ഗുഡ് മോർണിംഗ് ഓൾ. ഞാൻ രാമകൃഷ്ണൻ ടി ബി, സെബി രജിസ്റ്റേർഡ് റിസർച്ച് അനലിസ്റ്റാണ്. ഈ ഓഡിയോ കേട്ടതിന് ശേഷം ഡിസ്ക്ലെയിമർ കൂടി വായിച്ച് നോക്കണമെന്ന് താല്പര്യപ്പെടുന്നു. ഇന്നും നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്ന വൊളാറ്റിലിറ്റി തന്നെയാണ്. സ്റ്റോക്ക് സ്പെസിഫിക് ആയിട്ടുള്ള ആക്ഷൻസൊക്കെ മാർക്കറ്റിലുണ്ടാവാം. ഇന്നലെ അമേരിക്കൻ മാർക്കറ്റിലും നല്ല രീതിയിലുള്ള വൊളാറ്റിലിറ്റി തന്നെയായിരുന്നു. ദൗ ജോൺസ്, S&P 500, നാസ്ഡാക്ക് ഒക്കെ വീക്കായിട്ടാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. റസൽ 2000 ഓൾമോസ്റ്റ് ഫ്ലാറ്റ് ലെവലിലാണ് ക്ലോസ് ചെയ്തത്. അതോടൊപ്പം തന്നെ S&P 500 വിക്സ് ഇന്നലെ 26.92 ക്ലോസ് ചെയ്തിരിക്കുന്നത്. മിനിഞ്ഞാന്നത് 27.86 ആയിരുന്നു. ഇത് ഇൻഡിക്കേറ്റ് ചെയ്യുന്ന ഒരു പക്ഷേ അമേരിക്കൻ മാർക്കറ്റിൽ സ്ലൈറ്റായിട്ട് വൊളാറ്റിലിറ്റി കുറയും എന്നുള്ളൊരു ഇൻഡിക്കേഷൻ ആണ്. ട്രംപിൻ്റെ അനൗൺസ്മെൻറ്റുകളും അതുപോലെ തന്നെ ആ അനൗൺസ്മെൻറ്റുകളുടെ വിഡ്രോവലൊക്കെയാണ് അമേരിക്കൻ മാർക്കറ്റിൽ വലിയ രീതിയിലുള്ള വൊളാറ്റിലിറ്റി ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. യൂറോപ്യൻ മാർക്കറ്റുകൾ ഇന്നലെ വീക്കായിരുന്നു. ഒപ്പം ഏഷ്യൻ മാർക്കറ്റ് സിറ്റുവേഷൻ ഇന്നലെ നോക്കുകയാണെങ്കിൽ ജപ്പാൻ വീക്കായിരുന്നു. മറ്റ് മാർക്കറ്റുകളെല്ലാം തന്നെ ബെറ്റർ ആയിരുന്നു. ഇന്ന് മോർണിംഗിൽ നോക്കുകയാണെങ്കിൽ ജപ്പാനും കൊറിയയും സ്ലൈറ്റ്ലി ബെറ്ററാണ്. പക്ഷേ ചൈനയും ഹോങ്കോങ് ഒക്കെ ഓൾമോസ്റ്റ് ഫ്ലാറ്റ് അല്ലെങ്കിൽ സ്ലൈറ്റ്ലി വീക്കായിട്ടാണ് മോർണിംഗിൽ ട്രേഡ് ചെയ്യുന്നത്. നമ്മളെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ ഇന്നലെ ഫ്ലാറ്റ് ക്ലോസിംഗ് ആയിരുന്നു. ഇന്നും എക്സ്പെക്റ്റ് ചെയ്യുന്നത് ഒരു വൊളാറ്റൈൽ ട്രെൻഡ് തന്നെയാണ്. അതോടൊപ്പം തന്നെ നമ്മൾ കമോഡിറ്റി നോക്കുകയാണെങ്കിൽ എല്ലാ കമോഡിറ്റികളും ഇന്നലെ ബെറ്റർ ആയിട്ടാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. ഇന്ന് മോർണിംഗിലും ബെറ്റർ ആയിട്ട് തന്നെയാണ് ട്രേഡ് ചെയ്യുന്നത്. കോപ്പറാണ് നല്ല രീതിയിൽ മുന്നേറിയിട്ടുള്ളത്. അതുപോലെ തന്നെ സിങ്ക്, അലുമിനിയം, സിൽവറൊക്കെയാണ് നല്ല രീതിയിൽ ഇന്നും മുന്നേറുന്നത്. ബ്രന്റ് ക്രൂഡ് ഓയിൽ ഓൾമോസ്റ്റ് ഫ്ലാറ്റാണ്. $70 പെർ ബാരലിനാണ് ബ്രന്റ് ക്രൂഡ് ഓയിൽ ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത്. ഇന്ത്യൻ റുപ്പി US ഡോളറിന് അഗൻസ്റ്റ് ആയിട്ട് സ്ലൈറ്റ്ലി ബെറ്റർ പൊസിഷനാണ് ഇന്ന് മോർണിംഗിൽ കോട്ട് ചെയ്തിട്ടുള്ളത്. അതോടൊപ്പം തന്നെ നമ്മൾ മറ്റ് ന്യൂസ് ഫ്ലോസൊക്കെ നോക്കുകയാണെങ്കിൽ ഇന്ന് നമ്മുടെ കൺസ്യൂമർ പ്രൈസ് ഇൻഫ്ലേഷൻ ഡാറ്റ വരുന്നുണ്ട്. അതുപോലെ തന്നെ IIP ഡാറ്റ വരുന്നുണ്ട്. ഈ ഡാറ്റകളുടെ ഇമ്പാക്റ്റൊക്കെ മാർക്കറ്റിൽ സ്ലൈറ്റ്ലി ഉണ്ടാവാനുള്ള സാധ്യതകളുണ്ട്. ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഇന്ത്യയുടെ റേറ്റിംഗ് സ്ലൈറ്റ്ലി ഇൻക്രീസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. മോർഗൻ സ്റ്റാൻലി വീണ്ടും പ്രെഡിക്റ്റ് ചെയ്തിരിക്കുന്നു ഡിസംബർ 2025 കൂടിയിട്ട് ബുള്ളിഷ് കേസ് സിനാരിയോയിൽ സെൻസെക്സ് 93,000, ഹൈലി ബുള്ളിഷ് സിനാരിയോയിൽ 1,50,000 വരെയൊക്കെ എത്തുമെന്നാണ് പറയുന്നത്. വേഴ്സ്റ്റ് സിനാരിയോയിൽ 70,000 വരെ സെൻസസ് താന്നേക്കാന്ന് പറയുന്നുണ്ട്. റിസ്ക് റിവാർഡ് റേഷ്യോ വളരെ പോസിറ്റീവ് ആണെന്നാണ് മോർഗൻ സ്റ്റാൻലിയിലെ സ്റ്റഡി സൂചിപ്പിക്കുന്നത്. അവർ ടോപ്പ് പിക്കുകൾ വരുന്നു ജൂബിലൻറ്റ് ഫുഡ്സ്, M&M, മാരുതി, ട്രെൻഡ്, ബജാജ് ഫിനാൻസ്, ICICI ബാങ്ക്, ടൈറ്റൻ, L&T, അൾട്രാടെക് സിമൻറ്റ്, ഇൻഫോസിസ് ഒക്കെയാണ് ടോപ്പ് പിക്കുകൾ വരുന്നത്. അതോടൊപ്പം തന്നെ മറ്റ് ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷൻസും ഇന്ത്യൻ മാർക്കറ്റിന് ഫേവറബിൾ ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റുകളാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. വാല്യുവേഷൻ പോയിൻ്റ് ഓഫ് വ്യൂ നോക്കുകയാണെങ്കിൽ നമ്മൾ വളരെ അട്രാക്റ്റീവ് വാല്യുവേഷനിലാണ് ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത്. അതോടൊപ്പം തന്നെ അഡാനി ഗ്രൂപ്പിന് വീണ്ടും ഒരു ഓർഡർ ലഭിച്ചിരിക്കുകയാണ്. അഡാനി പ്രോപ്പർട്ടിക്ക് 36,000 കോടി രൂപയുടെ മോത്തിലാൽ നഗർ റീഡെവലപ്മെൻറ്റ് പ്രൊജക്റ്റ് മഹാരാഷ്ട്രയിൽ മുംബൈയിലാണ്. വലിയൊരു പ്രൊജക്റ്റാണ്. 143 ഏക്കറുകളിലുള്ള ഹൗസിംഗ് പ്രൊജക്റ്റാണ് അഡാനി പ്രോപ്പർട്ടീസിന് ലഭിച്ചിരിക്കുകയാണ്. മുമ്പ് അഡാനി എൻ്റർപ്രൈസസിൻ്റെ അണ്ടറിലുള്ള ധാരാവി റീഡെവലപ്മെൻറ്റ് പ്രൊജക്റ്റിന് 620 ഏക്കർ ധാരാവി പ്രൊജക്റ്റിനുള്ള ഓർഡർ ലഭിച്ചിരുന്നു. ഇത് പൊതുവെ അഡാനി ഗ്രൂപ്പിന് പോസിറ്റീവാണ്. പ്രത്യേകിച്ച് സിമൻറ്റ് അതുപോലെ തന്നെ പവർ കമ്പനികൾക്കും വളരെ പോസിറ്റീവാണ്. ACC, അംബുജ സിമൻറ്റ്, അഡാനി പവർ, അഡാനി എനർജി സൊല്യൂഷനൊക്കെ പോസിറ്റീവാണ്. എയർടെലും SpaceX, എലോൺ മസ്കിൻ്റെ SpaceX ആയിട്ട് ഒരു ടൈപ്പ് വന്നിരിക്കുകയാണ്. SpaceX സൊല്യൂഷൻസ് സർവീസ് ഇന്ത്യയിൽ ഓഫർ ചെയ്യാനായിട്ട്. പക്ഷേ ഗവൺമെൻറ് ഡിസിഷന് ശേഷമൊക്കെയാണിത് എങ്ങനെയാണ് വരാൻ പോകുന്നത് പറയാനായിട്ട് സാധിക്കുള്ളൂ. ഓപ്ഷൻ വേണോ അല്ലെങ്കിൽ ലൈസൻസ് ഇഷ്യൂ ചെയ്യണോ എന്നുള്ള കാര്യമൊക്കെ ഗവൺമെൻറ് ഇതുവരെ തീരുമാനമെടുത്തിട്ടില്ല. ഇൻഡസ്ഇൻഡ് ബാങ്കിൻ്റെ മാനേജ്മെൻറ്റ് വരെ കോൺഫിഡൻ്റ് ആണ്. Q4 അവർ നെറ്റ് പ്രോഫിറ്റിലായിരിക്കും എന്നൊക്കെയാണ് പറയുന്നത്. പക്ഷേ ഇപ്പോൾ ബാങ്കിങ് സെക്ടറിൽ അല്ലെങ്കിൽ മാർക്കറ്റിലുള്ള പൊതുവെയുള്ള ഒരു തിങ്കിങ് ഫർദറായിട്ട് മറ്റു പല ബാങ്കുകൾക്കും ഇതേ രീതിയിലുള്ള അവരുടെ ഫോറക്സ് ഡെറിവേറ്റീവ് ഹെഡ്ജിങ്ങിലുള്ള പ്രശ്നങ്ങൾ വരുമോ എന്നുള്ളൊരു തിങ്കിങ് ഒക്കെ ഉണ്ട്. അപ്പോൾ ബാങ്കിങ് സ്റ്റോക്കുകളിൽ ഒരു പക്ഷേ ഇത്തരത്തിലുള്ള ന്യൂസ് ഫ്ലോസ് ഒക്കെ വന്നേക്കാം. അതിനനുസരിച്ച് വൊളാറ്റിലിറ്റി ഒക്കെ ഉണ്ടായേക്കാം. ഒപ്പം ഹുണ്ടായി മോട്ടോഴ്സിൻ്റെ ഗ്രൂപ്പ് കമ്പനികളിൽ പല ഡീലുകളും സസ്പീഷ്യസ് ആണ്, അല്ലെങ്കിൽ ഒരു കോർപ്പറേറ്റ് ഗവർണൻസിനനുസരിച്ചല്ല നടക്കുന്നുള്ള റിപ്പോർട്ടുകളൊക്കെ വരുന്നുണ്ട്. എന്താണ് ഇതിൻ്റെ ഇമ്പാക്റ്റ് എന്നുള്ള കാര്യം നമുക്ക് കാത്തിരുന്ന് കാണേണ്ടി വരും. RVNL 554.6 കോടി രൂപ ഓർഡർ കിട്ടിയിട്ടുണ്ട്. യൂണിടെക് എല്ലാ പ്രശ്നങ്ങളും തീർന്നു നിൽക്കുന്ന ഒരു പഴയ റിയൽ എസ്റ്റേറ്റ് കമ്പനിയാണ്. 100% അവർ യൂണിടെക് പവർ ട്രാൻസ്മിഷൻസ് ഡൈവെസ്റ്റ് ചെയ്യാൻ പോവാണ്. പോസിറ്റീവ് ന്യൂസാണ്.
അതോടൊപ്പം തന്നെ പ്രൊമോട്ടേഴ്സ് ബൈ ചെയ്ത് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ബൈ ചെയ്തിട്ടുള്ള സ്റ്റോക്കുകൾ റെയിൻ ഇൻഡസ്ട്രീസ്, ഇൻഡോകോ റെമഡീസ്, ഗോദ്രേജ് പ്രോപ്പർട്ടീസ്, TD പവർ സിസ്റ്റംസ്, രാശി പെരിഫറൽസ്, KCP ലിമിറ്റഡ്, ഇതൊക്കെയാണ് പ്രൊമോട്ടേഴ്സ് മാർക്കറ്റ് ഫാളിൽ ബൈ ചെയ്തുകൊണ്ടിരിക്കുന്ന സ്റ്റോക്കുകൾ. സൈഡസ് ലൈഫ് സയൻസസ് മെഡിക്കൽ ടെക്നോളജി പ്രൊഡക്റ്റ് സെക്ടറിലേക്കും കൂടി എൻട്രിയാണ്. ആംപ്ലിറ്റ്യൂഡ് സർജിക്കൽ എന്ന് പറയുന്ന ഒരു കമ്പനീനെ അവർ ടേക്ക് ഓവർ ചെയ്തിട്ടുണ്ട്. ഫ്രഞ്ച് കമ്പനിയാണ്. വളരെ പോസിറ്റീവായിട്ടുള്ള ന്യൂസാണ് സൈഡസ് ലൈഫ് സയൻസിനെ സംബന്ധിച്ച്. ഇതൊക്കെയാണ് ഇന്നത്തെ മാർക്കറ്റ് ന്യൂസുകൾ. മാർക്കറ്റ് ഗ്ലോബൽ ന്യൂസ് ഫ്ലോസിനനുസരിച്ചിട്ടുള്ളൊരു വോളാറ്റിലിറ്റിയൊക്കെ കാണിച്ചേക്കാം. അതോടൊപ്പം തന്നെ ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ ബാങ്ക് റിലേറ്റഡ് എന്തെങ്കിലും ന്യൂസ് ഫ്ലോസ് ഒക്കെ വരികയാണെങ്കിൽ അതിൻ്റേതായ ഇമ്പാക്റ്റൊക്കെ മാർക്കറ്റിലുണ്ടാവാം. നമ്മുടെ വ്യൂ വളരെ പോസിറ്റീവ് തന്നെയാണ്. മുന്നോട്ട് നോക്കുമ്പോൾ അറ്റ് എവരി ഫാളിൽ ലോങ് ടൈം പോയിന്റ് ഓഫ് വ്യൂവിൽ ഫണ്ടമെൻ്റലി സ്ട്രോങ് ആയിട്ടുള്ള സ്റ്റോക്കുകൾ വാങ്ങുന്ന ഒരു ഡിസിഷൻ നന്നായിരിക്കുന്നതാണ് എൻ്റെ ഒരു സജഷൻ. അപ്പോൾ വളരെ കോഷ്യസ് ആയിട്ട് മാർക്കറ്റിൽ മൂവ് ചെയ്യുക. എല്ലാവർക്കും നല്ലൊരു ട്രേഡിംഗ് ഡേ ആശംസിച്ചുകൊണ്ട് ഞാൻ ഇന്നത്തെ പ്രീ മാർക്കറ്റ് കമൻ്റ് അവസാനിപ്പിക്കുകയാണ്. താങ്ക് യു.